സീറ്റ് അലോട്ട്മെന്റിന് അധിക ചാർജ് വേണ്ടെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ വിമാന കമ്പനികൾ രംഗത്ത്. സീറ്റ് അലോട്ട്മെന്റിന് അധിക ചാർജ് ഈടാക്കാൻ സാധിച്ചില്ലെങ്കിൽ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് കമ്പനികൾ അറിയിച്ചു. വിമാനയാത്രയിൽ ഇഷ്ടസീറ്റ് തിരഞ്ഞെടുക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കുന്ന വ്യോമയാന കമ്പനികളുടെ നടപടിയിൽ നിയന്ത്രണവുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രംഗത്തെത്തിയിരുന്നു. 60% സീറ്റുകളും സൗജന്യ നിരക്കിൽ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാനാകണമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തി വിമാന കമ്പനികൾ രംഗത്ത്. എയർ ഇന്ത്യ ഗ്രൂപ്പ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവയാണ് ആവശ്യത്തിൽ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്തിയത്. സർക്കാർ നിർദ്ദേശം നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ഇവർ അറിയിക്കുന്നത്. എയർലൈൻ പ്രവർത്തനങ്ങളുടെ വാണിജ്യ വശങ്ങളിൽ നിയന്ത്രണപരമായ അതിര് കടക്കുന്ന നടപടിയിൽ അവർ ആശങ്കയുന്നയിച്ചു. സീറ്റ് സെലക്ഷൻ ഫീസ് വിമാന കമ്പനികളുടെ വരുമാനത്തിന്റെ നിയമാനുസൃത ഘടകമാണെന്ന് കമ്പനികൾ രേഖപ്പെടുത്തിയത്. യാത്രയിൽ ഒപ്പമുള്ളവർ വേറെ സീറ്റുകളിലായി പോകുന്നു എന്ന പരാതി ദീർഘകാലമായി നിലനിൽക്കുന്നതാണ്. ഈ പരാതിക്കും DGCA പരിഹാരം കണ്ടിരുന്നു. ഒരേ PNRൽ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരുമിച്ച്, അതും മുൻഗണനാക്രമത്തിൽ അടുത്തടുത്ത സീറ്റുകൾ തന്നെ നൽകണമെന്ന് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിമാനത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോകുന്നത് ഒഴിവാക്കാൻ സീറ്റ് അലോക്കേഷൻ രീതി പരിഷ്കരിക്കാൻ വിമാന കമ്പനികളോട് DGCA ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കായികോപകരണങ്ങളും സംഗീതോപകരണങ്ങളും കൊണ്ടുപോകുന്നത് എളുപ്പമാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. സംഗീതോപകരണങ്ങൾ കൊണ്ടുപോകാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലെന്നും അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.